ഒന്ന് സമാശ്വസിച്ചു. സ്വർഗത്തില് മനസ്സിലായില്ലേ? അങ്ങനെയാണ് നബിക്ക് ഒരു അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നത്. അങ്ങനെയാണ് നബി ഒന്ന് എഴുന്നേറ്റ് നിന്നത്. സമാധാനം. എല്ലാം പെണ്ണുങ്ങൾ, അതേ പെണ്ണുങ്ങളുടെ കാര്യം ഇവിടെയും കഷ്ടമാണ്, അവിടെയും കഷ്ടമാണ്. എന്തൊരു ഗതിയാണെന്നേ ഈ സ്ത്രീ വിരുദ്ധനായിട്ടുള്ള പടച്ചോനും നബിയും എല്ലാം കൂടി ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ. റമദാൻ തുടങ്ങിയല്ലോ, നരകമടച്ചു, പിശാചിനെ ചങ്ങലക്കിട്ടു, സ്വർഗം തുറന്നു. നരകത്തിൽ നിന്ന് ആരെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും ഓടി നരകത്തിലേക്ക് പോയാലോ? സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് അന്ത്യനാളൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും നരകവും സ്വർഗവും ഒക്കെ സൃഷ്ടിക്കാന്ന്. അല്ല, മുഹമ്മദ് നബി കണ്ടു കഴിഞ്ഞല്ലോ ഇസ്രായിലെ യാത്രയില്. നബിയുടെ ഒരു രാപ്രയാണം ഉണ്ടായിരുന്നില്ലേ, ഒരു ഇസ്രാ, അതില് നബി കണ്ടതാ. റഫീഖെ, കുഴപ്പമില്ല, ഞാൻ നരകത്തിലെ വിറക് കൊള്ളിയാ, നിനക്ക് സ്വർഗം കിട്ടിയോ? ഉളുപ്പില്ലാത്തവനെ ഇറങ്ങിപ്പെടാ, ആദ്യം നീ പോയി നിന്റെ സ്വർഗം ഉറപ്പാക്ക. അത് തന്നെയല്ലേ സനോജെ നമ്മളും ചോദിക്കുന്നത്. പെണ്ണുങ്ങളെയും സൃഷ്ടിച്ചിട്ട് പെണ്ണുങ്ങളെ നരകത്തിനകത്തിട്ട് കത്തിച്ചിട്ട് പിന്നീട് അത് പറഞ്ഞ് സുഖിക്കുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു പടച്ചോൻ. സ്വർഗവും നരകവും ഒക്കെ നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യകുലത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആദം നബിയിൽ നിന്നാണ്. നിങ്ങൾക്ക് വേറൊരു രസം കേൾക്കണോ? ആദം നബിക്ക് എന്തായിരുന്നു ജോലി എന്നറിയാമോ? കൃഷി. ആദം നബിയുടെ മക്കൾക്ക് എന്താ ജോലി എന്നറിയാം? കർഷകര്, കച്ചവടക്കാര്. ഒന്ന് ആലോചിച്ച് നോക്കി, അവരെന്ത് സാധനമാണ് വിറ്റത്? ആർക്കാ വിറ്റത്? ഉമ്മാക്ക പാപ്പാക്കോ? അതോ സഹോദരങ്ങൾക്കോ? ഇങ്ങനെയൊക്കെ ചില കലാപരിപാടികളുണ്ട് ഇസ്ലാമിൽ കേട്ടോ. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കാൻ ഇവർക്കും പ്രയാസമൊന്നുമില്ല കേട്ടോ. അപ്പോ ഈ ഖുർആനും ഹദീസും ഈ മഹാനും കുടുംബവും കണ്ടിട്ടില്ല കേട്ടോ. ആദം നബിയും ആദം നബിയും മക്കളും ആദം നബിയുടെ ഫാമിലി, ഭാര്യ, ഇവരാരും കണ്ടിട്ടില്ല കേട്ടോ. നബിക്കാണല്ലോ സ്വർഗം കിട്ടുന്നത്, നബിക്കാണല്ലോ ഖുർആൻ കിട്ടുന്നത്. അപ്പോ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ടു മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കു വേണ്ടി ആ സ്വർഗം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ട് ഒറ്റ പെണ്ണുങ്ങളുമില്ല, എല്ലാ പെണ്ണുങ്ങളും കയറ് പൊട്ടി താഴെ വീഴും. 3-ാം അധ്യായം 133 പറയുന്നതാണ് കേട്ടോ. ധർമ്മനിഷ്ഠ പാലിക്കുക, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. നമുക്ക് ഇത്രയും ബുദ്ധിയുള്ളൂ, നമുക്ക് ഈ ബുദ്ധി വെച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആകാശഭൂമികളോളം വിശാലം എന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ആകാശലോകത്ത് തന്നെ എത്ര കോടി നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ടെന്നേ. അതിൽ ഓരോന്നിന്റെയും വലിപ്പം എത്ര ആയിരിക്കും? നക്ഷത്രങ്ങൾ പറക്കി പടച്ചോൻ പിശാചിനെ എറിയുമെന്നുള്ളതൊക്കെ ശരി തന്നെയാ. 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് അത്ര സൂര്യൻ. അപ്പൊ സൂര്യന്റെ വലിപ്പം എത്രയാണെന്ന് പടച്ചോൻ പറഞ്ഞു തന്നു. എന്നാലല്ലേ 13 ലക്ഷം വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. എണ്ണമറ്റ സൂര്യന്മാർ, ഒരു സൂര്യനെ കൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. സൂര്യന്മാരുണ്ടാകും അത്ര. ഗാലക്സി, ബില്യൺ കണക്കിന് ഗാലക്സികൾ ചേർന്നതാണ് പ്രപഞ്ചം. അപ്പോൾ ആ പ്രപഞ്ചത്തിന്റെ വലിപ്പം, ഭൂമിയുടെ വലിപ്പം, എന്നാ പിന്നെ ഇതൊക്കെ പറയുന്ന പടച്ചോనికి നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും കൂടെ തരണ്ടേ? ഇതൊക്കെ പറഞ്ഞിട്ടാണ് സ്വർഗത്തിലെ സുഖങ്ങൾ മനുഷ്യന് ഊഹിക്കാൻ പോലും പറ്റില്ല. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അത്രയും സ്വർഗം. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യം പടച്ചോൻ നമ്മളോട് പറയേണ്ട കാര്യമുണ്ടോ? സ്വർഗത്തിലെ സംവിധാനങ്ങളെ കുറിച്ച് എത്ര വിവരിച്ചാലും നമുക്കറിയത്തില്ല. പടച്ചോൻ പറയണം നിങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ എന്തിനീ പറഞ്ഞ സമയം നമ്മുടെ കളയും. നമ്മളിങ്ങനെ ചിന്തിച്ച് വെറുതെ നമ്മൾ ബുദ്ധിമുട്ടത്തില്ലേ? നമുക്ക് പറ്റത്തില്ലെങ്കിൽ ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലോ ഭാവനയിലോ തോന്നിയിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അതിലെന്തുവാ കാര്യം? നമുക്കറിയാത്ത ഒരു സാധനം ഒരുക്കി വെച്ചിട്ട് നമ്മളോട് പറയാണ് രാമനക്ക് അറിയത്തില്ല. അത് നമുക്ക് പഴം തിന്നുന്നവനല്ലേ പഴത്തിന്റെ രുചി അറിയൂ, ബിരിയാണി കഴിക്കുന്നവനല്ലേ ബിരിയാണി കൊടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ചിന്തിക്കാൻ പറ്റുന്നത് തന്നിട്ടല്ലേ കാര്യങ്ങൾ. വെറുതെ പട്ടിണി കിടന്നിട്ട് അവിടെ പോയി നിൽക്കുക. പഠിച്ചോണ്ട് ഇത് തരുവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കണ്ണ് കുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ? നിങ്ങളൊന്ന് പട്ടിണി കിടന്നാൽ ഞാൻ ഒരിക്കലും അയ്യോ എന്തൊരു ദുരന്തമാണ് എൻ്റെ മുന്നിൽ പടച്ചോനെ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ കോമാളിയാകാൻ നിൽക്കല്ലേ പടച്ചോനെ. നിങ്ങളൊന്ന് പട്ടിണി കിടന്നാൽ, നിങ്ങൾ 5 നേരം ഒന്ന് ചേങ്കുത്തി മറിഞ്ഞാൽ
നിങ്ങൾക്ക് ഞാൻ ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതുമായിട്ടുള്ള സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശാലമായ സ്വർഗം, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. അവിടെ ഒരുപാട് സൂര്യന്മാരുണ്ടെന്ന് ഖുർആനിലും ഹദീസിലും ഒക്കെ സ്വർഗത്തിലെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. പഴങ്ങളുള്ള സ്വർഗം, കട്ടിലുകളുള്ള സ്വർഗം, തടാകങ്ങളും നദികളുമുള്ള സ്വർഗം. എന്നിട്ട് പറയാണ് ഈ ലോകവുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കേട്ടോ. പിന്നെ ഏത് ലോകത്തിലെ തടാകങ്ങളും കട്ടിലുകളും ഒക്കെ നമുക്കറിയുന്നത് ഇതൊക്കെയാ. നമുക്കിതല്ലാതെ വേറെ ഏതെങ്കിലും സ്വർഗത്തെ കുറിച്ചോ കട്ടിലുകൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കട്ടിലുകൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിനപ്പുറം എന്ത് കട്ടില നമുക്ക് ചിന്തിക്കാൻ പറ്റുക? അയ്യോ, പ്രവാചകനെ പ്രണയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇംപ്ലിമെന്റ് ചെയ്താകത്താവും, അത്രേ ഉള്ളൂ. ഓക്കെ, PK ബേബി, താങ്ക് യു. അപ്പൊ സ്വർഗത്തിലെയും ഭൂമിയിലെയും വസ്തുതകള്, സംഭവങ്ങള്, സ്വഭാവങ്ങള് ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്നാ പഠിച്ചോൻ പറയുന്നത്. ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് പഠിച്ചോൻ പറയണം അതൊക്കെ നിങ്ങൾക്ക് തരാന്ന്. സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് സ്വർഗത്തിൽ ഒരുപാട് സ്വർഗങ്ങളുടെ പേരുകൾ പഠിപ്പിക്കുന്നുണ്ട്. ജന്നാത്തു അദിൻ ഒരു സ്വർഗമാണ്, ജന്നാത്തുൽ മഅവ വേറൊരു സ്വർഗമാണ്, ജന്നാത്തുൽ ഫിർദൗസ് വേറൊരു, ഇങ്ങനെ ഒരുപാട് സ്വർഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് നോമ്പുകാരൻ മാത്രം പ്രവേശിക്കുന്ന ഒരു സ്വർഗമുണ്ട്, റയ്യാൻ എന്നാണ് ആ സ്വർഗത്തിന്റെ പേര്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വാതിലുകളൊക്കെ ഉണ്ട് കേട്ടോ. വാതിലിങ്ങനെ കുട്ടി, ഞാൻ നോമ്പൊടിച്ചവനാ, പട്ടിണി ഇടുന്നവനാ, എന്റെ വായ്നാറ്റം കൊണ്ട് മറ്റവൻ എന്നെ ഇങ്ങനെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വർഗത്തിൽ എനിക്ക് ഇങ്ങനെ വായ്നാറ്റം ഒന്നും ഉണ്ടാവില്ല, കസ്തൂരിയെ പോലെ മണമുള്ളവനായിരിക്കുമെന്ന് ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. നോമ്പുകാരൻ്റെ അടുത്തെങ്കിലും ഇരിക്കരുത് കേട്ടോ, നാറിയിട്ട് കിറങ്ങി വീണ് ചത്തുപോകും. അപ്പോ പടച്ചോനെ സൂക്ഷിച്ച് ജീവിച്ചാൽ കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് എത്തും. പടച്ചോനെ സൂക്ഷിക്കുന്നതിന് ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു ഉസ്താദ് പറഞ്ഞു കേട്ടില്ല, എനിക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ട്, പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ അവളെ ഒന്ന് ചുംബിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പടച്ചോനെ പിടിച്ചിട്ട് ഞാൻ, അതാണ് സൂക്ഷ്മത. മദ്രസയിലെ കുഞ്ഞുങ്ങളെ പിടിച്ച് കമിഴ്ത്തി കിടത്തുമ്പോൾ ഞാൻ വിചാരിക്കും, റബ്ബേ ഈ സുഖമൊന്ന് കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചീങ്കുത്തി മറിഞ്ഞാൽ ആ പാപം പടച്ചോൻ പുറത്തു തരും. പക്ഷെ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് അത് പോകുമോ? ബൈബിളിലെ വാക്യമാ, ശരി. അപ്പോ ഒരുപാട് വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നുണ്ട് കേട്ടോ, ഈ സൂക്ഷ്മതയുള്ളവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഉത്തമമായ സ്ഥാനങ്ങളും സങ്കേതങ്ങളുമാണ് സ്വർഗമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് പ്രവേശന കവാടങ്ങൾ. അപ്പൊ നബി ഏത് കവാടത്തിലൂടെ ആയിരിക്കും പ്രവേശിക്കുക? സ്വർഗത്തിന് മൊത്തം 8 വാതിലുകൾ ഉണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓരോ വാതിലുകൾക്കും ഓരോ പേരുകളുണ്ട്. അത് സൽക്കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഉദാഹരണം, 30 ദിവസം പട്ടിണിയിരിക്കുന്നവന് റയ്യാൻ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രൂപത്തിലാണ് കേട്ടോ. പിന്നെ 2 ജോഡി ആടുകളോ ഒട്ടകങ്ങളോ മറ്റോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവര് സ്വർഗത്തിന്റെ വേറൊരു കവാടത്തിലൂടെയാണ്. എന്നിട്ട് അവനെ വിളിക്കും, 2 ഒട്ടകത്തെ തന്നവൻ വായോ. അപ്പൊ പറയും, ഞാൻ ഉദാഹരണത്തിന് കൊടുത്തോളല്ലോ, എങ്ങനെ ഇപ്പൊ ഇതുവഴി പോകുക? അങ്ങനെയാണ് കേട്ടോ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഓരോരുത്തരെയും. സൂര്യൻ ചെളിക്കുണ്ടിലാണ്, പക്ഷെ പടച്ചോൻ അതിനെ പൊക്കിയെടുക്കുമല്ലോ. നബി സൂര്യനെ പിളർത്താൻ പോയപ്പോഴത്തേക്കിനല്ലേ വടിയായത്. എന്നാലും സൂര്യനെ പിളർത്താൻ വേറെ ആരെങ്കിലും പോയായിരിക്കും, പോയല്ലേ പറ്റുള്ളൂ, സൂര്യനെ പടച്ചോനെ പിളർത്തണമല്ലോ. ശരി, അങ്ങനെ തിരിച്ചു കൊണ്ടുവരും ഓരോ കവാട. എന്നിട്ട് ജിഹാദുകാരൻ വരൂ. അപ്പോൾ ജിഹാദുകാരൻ വരും. ആളെ കൊന്ന ആൾക്കാരും കൊല്ലിച്ച ആളുകളും എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ സ്വർഗത്തില്? ഞാൻ നിങ്ങളോട് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർഗത്തില് പ്രവേശിക്കുന്നതിന് പ്രധാനമായിട്ടും ചില നിബന്ധനകളുണ്ട്. ഇനിയിപ്പോ അള്ളാഹുവിന്റെ മാർഗത്തില് ഒരുത്തനെ തീർക്കാൻ പോയെന്ന് വിചാരിക്കുക. ആ പോയ വഴിക്ക് എതിരാളി നല്ല കഴിവും മികവും ഉള്ളവനായതുകൊണ്ട് ഇവനങ്ങ് തീർന്നു. അവന് ജിഹാദികൾ പോകുന്ന സ്വർഗ്ഗം കിട്ടുക.